എണ്ണ വരുമാനം കുറഞ്ഞിട്ടും ഒമാന് നേട്ടം. ആദ്യപാദത്തിൽ 1.54 ബില്യൺ റിയാലിന്റെ വ്യാപാര മിച്ചം. ദോഫാർ ഖരീഫ് സീസണിന് ആരംഭം. ഒമാനിൽ ഇന്ന് ദൈർഘ്യമേറിയ പകൽ. നിഴലുകൾ പൂർണ്ണമായും അപ്രത്യക്ഷമാകും. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ആഗോള വിപണിയിൽ എണ്ണവാതക വരുമാനത്തിൽ ഇടിവുണ്ടായിട്ടും 2026 ആദ്യ പാദത്തിൽ മികച്ച വ്യാപാര മിച്ചം കൈവരിച്ചു ഒമാൻ. ദേശീയ സ്ഥിതിവിവര കണക്ക് കേന്ദ്രം പുറത്തുവിട്ട പ്രാഥമിക കണക്കുകൾ പ്രകാരം മാർച്ച് അവസാനം വരെയുള്ള കണക്കിൽ സുൽത്താനേറ്റ് 1.54 ബില്യൺ ഒമാനി റിയാലിന്റെ വ്യാപാര മിച്ചമാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 1.53 ബില്യൺ റിയാലായിരുന്നു. ഈ വർഷം ആദ്യ 3 മാസങ്ങളിൽ രാജ്യത്തെ ആകെ ചരക്ക് കയറ്റുമതി 5.3 ബില്യൺ റിയാലാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കയറ്റുമതിയിൽ 8.5% കുറവുണ്ടായി. ഒമാന്റെ വിസ്മയകരമായ വിനോദസഞ്ചാര സീസണായ ദോഫാർ ഖരീഫിന് ഞായറാഴ്ച മുതൽ ഔദ്യോഗിക തുടക്കമാകും. സെപ്റ്റംബർ 21 വരെ നീളുന്ന ഈ സീസണിൽ ദോഫാർ ഗവർണറേറ്റ് പച്ചപ്പടിഞ്ഞ് ആഗോള സഞ്ചാരികളെ വരവേൽക്കും. അറബിക്കടലിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും വീശുന്ന കാറ്റിന്റെ ഫലമായുണ്ടാകുന്ന മൺസൂൺ പ്രതിഭാസമാണ് ദോഫാറിലെ തീരപ്രദേശങ്ങളിൽ ചാറ്റൽ മഴയും തണുത്ത കാലാവസ്ഥയും സമ്മാനിക്കുന്നത്. പടിഞ്ഞാറ് ദൽകൂത്ത് മുതൽ കിഴക്ക് മിർബാത്ത് വരെയുള്ള പ്രദേശങ്ങളിൽ കനത്ത മൂടൽമഞ്ഞും പച്ചപ്പും രൂപപ്പെടുന്നതോടെ കടുത്ത വേനൽക്കാലത്ത് ഗൾഫ് മേഖലയിലെ ഏറ്റവും സവിശേഷമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി ദോഫാർ മാറും. ഒമാനിൽ ഇന്ന് അപൂർവ പകൽ. സുൽത്താനേറ്റിൽ വേനൽക്കാലത്തിന്റെ ഔദ്യോഗിക വരവറിയിച്ച് സമ്മർ സോളിറ്റൈസ് ഞായറാഴ്ച നടക്കും. ഈ വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകലിനും ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ രാത്രിയും ഞായറാഴ്ചയുണ്ടാകും. ഈ ജ്യോതിശാസ്ത്ര വേനൽക്കാലത്തിന്റെ തുടക്കം ദോഫാർ ഗവർണറേറ്റിലെ പ്രസിദ്ധമായ ഖരീഫ് സീസണിന്റെ തുടക്കവുമായും ഒത്തുപോകുന്നുവെന്ന കൗതുകവുമുണ്ട്. അറബിക്കടലിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും വീശുന്ന മൺസൂൺ കാറ്റും കാർമേഘങ്ങളും കാരണം പടിഞ്ഞാറ് ദാൽകൂത്ത് മുതൽ കിഴക്ക് മിർബാത്ത് വരെയുള്ള ദോഫാറിലെ തീരപ്രദേശങ്ങളിൽ ഈ പ്രത്യേക കാലാവസ്ഥ അനുഭവപ്പെടും. ജൂൺ 21 ശേഷം വടക്കൻ അർദ്ധഗോളത്തിൽ പകലിന്റെ ദൈർഘ്യം ക്രമേണ കുറയാൻ തുടങ്ങും. തുടർന്ന് സെപ്റ്റംബർ 23 അടുത്ത ശരത് കാലത്തിന് തുടക്കമാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.